ചാണ്ടിക്കുഞ്ഞാശനെ, ആശാനെ, ഇവിടെ ആരുമില്ലേ? ആശാനെ, ആശാനെ, ചാണ്ടിക്കുഞ്ഞാശനെ. അയ്യോ, ആരാടാ നീ? പൊട്ടനാന്നോടാ? നാക്കിലാടാ നിനക്ക്? പുല്ലങ്ങാട് ഷാപ്പിലെ കൊച്ചുകുട്ടിയുടെ മരുമോനല്ലേടാ നീ? വേലാ കുഞ്ഞ്, നിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നല്ലോ. നീ അങ്ങ് വളർന്നുപോയി. അതാ. ആശാൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുവാ. അപ്പുവാ? വടക്കേക്കര ഷാപ്പിലെ ചീരന്റെ അല്ല ആശാനെ, അപ്പു. കവണാറ്റിക്കര ഷാപ്പിലെ അല്ല ആശാനെ. പിന്നെ നീ ഏത് ഷാപ്പിലെയാ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ. ഡ്രൈവിംഗ് പഠിക്കാൻ ഞാൻ ഇന്നലെ കാശ് കൊണ്ട് തന്നു. ആർക്ക്? എനിക്കോ? എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ച്. അതിന് സാക്ഷികളുണ്ടോ? അവിടെ കുടിച്ചോണ്ടിരുന്നവരൊക്കെ സാക്ഷികളാ. ഏതായാലും ഇന്നിനെ പറ്റിയല്ല. ഇന്നിവിടെ രാഹുകാലമാ. നാളെ അല്ല ആശാനെ, രാഹുകാലം തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. എനിക്കൊന്ന് കുളിക്കാൻ പറിക്കൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞു മതി. കൊച്ചുകുളപ്പാങ്കലത്ത് കയറി വന്നോളൂ. നോക്കുന്നേ? നമ്മുടെ അപ്പുക്കുട്ടനെ. അപ്പുക്കുട്ടന് എന്താ പ്രത്യേകത? അമ്മ രാവിലെ മുതൽ ത്രില്ലാണല്ലോ. നീ അമ്മയ്ക്ക് 101 രൂപ തന്നെ. എന്തിനാ രാവിലെ ഈ 101 രൂപ? നമ്മുടെ അപ്പുട്ടൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങല്ലേ. ആഹാ, നീ അറിഞ്ഞില്ലേ? അവനോട് ദക്ഷിണ കൊടുക്കാനാ. സമ്പാദ്യപ്പെട്ട് തുറക്ക്, അതിലൊരുപാടുണ്ടല്ലോ. എടീ, എത്രയുണ്ട്? അത് ഞാൻ തൊട്ട് കളിക്കത്തില്ല. അത് ഗുരുവായൂർക്കുള്ളതാ. അല്ലെങ്കിൽ തന്നെ അതിൽ എത്രയൊന്നും കാണത്തില്ല. ഒരു 10-200 രൂപ കാണും. നിന്റെ കയ്യിലുണ്ടല്ലോ. തേങ്ങ വിറ്റ കാശ് ഇന്നലെ തന്നെ ചേട്ടന്റെ കൊടുത്തല്ലോ അമ്മേ. ഗോപനോട് ചോദിക്കേ. ഒരു 101 രൂപയല്ലേ ഉള്ളൂ. അമ്മയ്ക്കൊരു 101 രൂപ വേണോന്ന്. എന്തിനാ? അപ്പക്കുട്ടിന് കൊടുക്കാനാ. ഡ്രൈവിംഗ് പഠിത്തത്തിന് ദക്ഷിണ. ഓഹോ, ഡ്രൈവിംഗ് പഠിത്തോ? അപ്പൊ കത്തി കച്ചവടം തട്ടിപ്പോകാൻ നിർത്തിയോ? അല്ലെങ്കിൽ തന്നെ ഈ കത്തിയും വെട്ടുകത്തിയൊക്കെ ഉണ്ടാക്കി നടന്നിട്ട് അവനെന്താ ഒരു ഗതി? എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഓ, ആയിക്കോട്ടെ. ആരുടെ ബുദ്ധിയാണാവോ അപ്പുവിന്റെ പുതിയ മേഖല? അമ്മയുടെ ആവും. ഇത് അത്ര വലിയ ആനക്കാരിയൊന്നും അല്ലല്ലോ. മംഗലത്ത് തറവാട്, ദിവാൻ പേഷ്കാർ വല്യത്താൻ താവഴി, അടുത്ത ബന്ധു ഒരു കൊല്ലച്ചെറുക്കൻ, നല്ല പാരമ്പര്യം. എവിടെ വാങ്ങാൻ രൂപ ഷെൽഫിലുണ്ട്, എടുത്തോ. ഇതാണോ തന്റെ വീട്? അതെ. സ്വന്തം? സ്വന്തം പോലെ. അമ്മച്ചി, ഇദ്ദേഹം എന്റെ ആശാൻ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മച്ചി, ചാണ്ടിക്കുഞ്ഞാശാൻ. ഈ ദക്ഷിണ ആശാനും കൊടുക്ക്. അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം. സൂക്ഷിച്ചൊക്കെ പഠിപ്പിക്കുന്ന ആശാനെ. ഒരു തക്കും പൊക്കും ഇല്ലാത്ത ചെറുക്കനാ. ആശാനി തൊഴില് മുൻപരിചയം ഉണ്ടല്ലോ. ചീഫ് മിനിസ്റ്റർ മുതലേ IG വരെ ഉള്ളവരോട് ചോദിച്ചു നോക്ക്, ചാണ്ടിക്കുഞ്ഞിന് തൊഴിലറിയാവോന്ന്. ദക്ഷിണ.
ഏ? കാലേ തൊട്ട് തൊഴാൻ. കാലേ തൊട്ട് തൊഴാൻ. ആഹാ. എടാ ചാണ്ടി, എന്ന് മുതലാണ് നീ ഡ്രൈവിംഗ് ആശാനായത്? കുറച്ചു കാലായി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചല്ലേ? അന്നേ നിന്റെ കാലാവധി കഴിഞ്ഞോ അതോ ചാടിപ്പോന്നോ? കാലാവധി കഴിഞ്ഞായിരുന്നേ. ഇപ്പോഴും കാർ മോഷണമൊക്കെ ഉണ്ടോടാ? അയ്യോ ഇല്ലേ, ഇപ്പൊ ഒരു തൊഴിലൊക്കെ ആയിട്ട്. നേരെ ചൊവ്വേ നടന്നാൽ നിനക്ക് കൊള്ളാം. ഈ പ്രദേശത്തെങ്ങാണോ അലവലാതരം കാണിച്ചാലുണ്ടല്ലോ, ഇല്ലേ. എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. ഉവ്വ. ആ. അദ്ദേഹത്തിന് ആള് തെറ്റിയതാ. അങ്ങേര് പറയുന്ന ചാണ്ടി വേറെ, അത് വെറും ചാണ്ടി. ഇത് ചാണ്ടി കുഞ്ഞ്, അവൻ മഹാകവനാ. കള്ള റാസ്കൽ. കാറ് മോട്ടിച്ച് പാർസലാക്കി ആഗ്രഹ കട വിൽക്കുക അവന്റെ പണി. രണ്ടുപേർക്ക് ഒരേ പേര് വന്നാണല്ലോ കുഴപ്പമേ. ഈ കാക്കിയും വേഷ ആളെ കണ്ടപ്പോ ഞാനും ഒന്ന് കൺഫ്യൂഷനായി. ആ കയറി കയറി. ഈ വഴി വരുന്ന എടുത്തോട്ട് ഓടിക്കാൻ പറഞ്ഞ വലത്തോട്ട് ഓടിക്കാൻ. വലത്തോട്ട് ഓടിക്കാൻ. വലത്തോട്ട് ഓടിക്കാൻ പറഞ്ഞ അതേ പോട്ടെ. ഇട്ട് തിരിക്കാതെ ചക്രം തിരിക്കുന്ന പോലെ. ഇങ്ങോട്ട് തിരിച്ചതല്ല, അതങ്ങോട്ട് പോയതാ. എത്തോട്ട് എത്തോട്ട്. ആ നേരെ. ഷടി ഷടി. ആ ആക്സിഡന്റ് കൊടുത്തേ, വരയ്ക്കാൻ കൊടുത്തേ. നിന്റെ കയ്യെന്താണ് വരയ്ക്കുന്നേ? ചെറുപ്പത്തിൽ പൂച്ച തല്ലിക്കൊന്നുണ്ടോ? 3-4 പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ട്. പണിക്കലെ തിരുവേനിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. ആക്സിഡന്റ് ആക്സിഡന്റിലാണ് ചവിട്ടിയിരിക്കുന്നത്.